ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ഗ്രീനിന്റെ ക്രിസ്മസ് കളക്ഷൻസിൽ തന്നെ നമുക്ക് ഗ്രീന് കാണിക്കാന്ന് വെച്ചു. നല്ല അടിപൊളി. ഇത് മെറ്റീരിയൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു ക്രഷ്ഡ് ഓർഗൻസി ആണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതിന്റെ തന്നെ നമ്മൾ മെറൂണും ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ നല്ല ബോട്ടിൽ ഗ്രീൻ കളറിലോട്ട് നമ്മള് റെഡ് കളറും ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ യോക്കിലോട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇതുപോലെ യോക്കിലോട്ട് ഹാൻഡ് വർക്ക് നമ്മൾ ഈ സിൽക്കിന്റെ പോലെ തന്നെ ഒരു ഡബിൾ ഷെയ്ഡ് ആ മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ എന്താ പറയാ റെഡിന്റെ ഇത് കാണിച്ചു തരാം. 2 കളേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. റെഡ് ഇതേപോലെ ഉണ്ടാവും. ഇതാ ആ മെറ്റീരിയൽ കണ്ടോ. നമുക്ക് ഇതാ ഇതുപോലെ ബാക്ക് നമുക്ക് ഷൈനിങ് കണ്ടോ. നല്ലൊരു നമ്മൾ ഈ സിൽക്ക് സാരീസിലൊക്കെ കാണുന്നില്ല, അതുപോലെ തന്നെ ഇതാണ് അതിന്റെ യോക്കിലെ വർക്ക് വരുന്നത്. ഗോൾഡൻ കളറും ഗ്രീൻ കളറും ബീഡ്സും വെച്ചിട്ട് ഒരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഗ്രീന് 48 ലെങ്ത് ആണ് വരുന്നത്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 2950 ആണ്. നമ്മൾ തന്നെ ചെയ്യിച്ചേക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഇത് സ്ലീവിലോട്ട് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടില്ല, വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവ് ചെയ്തേക്കുന്നത്. പിന്നെ വേറൊരു പാറ്റേണും കൂടി ഉണ്ട് മെറൂണിലോട്ട് വരുന്നത്. സെയിം തന്നെ ഈ മെറൂൺ തന്നെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഒരു ഡിസൈനർ ഫാബ്രിക് ഇതുപോലെ യോക്കിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫുള്ളി പ്ലീറ്റ്സ് വെച്ചേക്കാണ്. ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ പ്ലീറ്റ്സ് ഇടുമ്പോൾ നമുക്ക് നല്ല ഒതുങ്ങി തോന്നും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും. ഓക്കെ, അപ്പം ഈ 2 പാറ്റേൺസും ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കളർ ഇതേപോലെ ഉണ്ട്. ഇത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഡാർക്ക് മെറൂൺ. ഞാൻ പറയാം, അതിനകത്ത് തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് വർക്ക് ഇതേപോലെ വരും. നമുക്ക് നല്ല ചെറിയൊരു യോക്കൊക്കെ കൊടുത്തിട്ട് പ്ലീറ്റ്സ് കൊടുത്ത് നേരത്തെ ഞാൻ വേറെ ചെയ്ത് ബോട്ടിൽ ഗ്രീനിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കണ്ടോ, നമുക്ക് ആ ഒരു സെൽഫായിട്ട് തന്നെ ഒരു വീവിങ് പോലെ അതിനകത്ത് വരുന്നത്. വീവിങ് അല്ല, ഈ ക്രഷ്ഡിന്റെ തന്നെ കണ്ടോ നിങ്ങൾ, ഒരു ഡബിൾ ഷെയ്ഡിൽ ഇങ്ങനെ ആ ഒരു ഇത് വരുന്നുണ്ട് അതിനകത്തോട്ട്. ഇതാണ് അതിന്റെ യോക്ക് വരുന്നത്. ബോട്ടിൽ ഗ്രീനിന്റെ ഇത് നമുക്ക് ലിമിറ്റഡേ ഉള്ളൂ, കാരണം ഈ മെറ്റീരിയൽസ് നമുക്ക് അത്രയും കിട്ടാനില്ല. അപ്പം അങ്ങനെ ഇത് രണ്ടും സെയിം തന്നെ 2 പാറ്റേൺസ്. ഓക്കെ, അപ്പം ഈ അടുത്ത നിങ്ങൾക്ക് ഇനി ഗ്രീനിലോട്ട് ഹാൻഡ് വർക്ക് വേണ്ട, ഈ ഗ്രീൻ ഫാബ്രിക്കിലോട്ട് ഹാൻഡ് വർക്ക് ഇല്ലാണ്ട് തന്നെ ഇതേപോലെ ഒരു ഡിസൈൻ ഫാബ്രിക് വെച്ചാൽ മതിയെങ്കിൽ അതും ചെയ്യാം. കാരണം നമുക്ക് ആ സെയിം സിമിലർ ഒരെണ്ണം കിട്ടണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ട് ഇതുപോലെ പടി വെച്ചിട്ട് ചെയ്യാവുന്നതേ. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല ഫ്ലെയർസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബോട്ടം വേണമെങ്കിൽ നമ്മൾ ഒരു ആംഗിൾ ലെങ്ത് ബോട്ടം മെറൂൺ കളർ വെയർ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫ്രോക്കുമാരി, ഇപ്പൊ ഇതാണല്ലോ സ്റ്റൈൽ, നമുക്ക് ഒരു ഫ്രോക്കുമാരി വെയർ ചെയ്യാം. ഇതിപ്പോ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. കാരണം നല്ല സിമ്പിളായിട്ട് ചെയ്തിടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണത്. അതിനകത്തോട്ട് ചെറിയൊരു ഡിസൈൻ ഫാബ്രിക് മാത്രം നമ്മൾ യോക്കിലോട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഇതുപോലെ 3 പാറ്റേൺസിലാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ 3 എണ്ണം കണ്ടോ. ഈ ഗ്രീനും ഈ ഒരു പാറ്റേണും ഇതേപോലെ യോക്ക് കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ആയിട്ട് അവർ നല്ല സൂപ്പർ കളേഴ്സ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ഭംഗി. 3rd പാറ്റേൺ ഇതേപോലെ. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ലെങ്ത് ഇതിന്റെ 48 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞു 2950 ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് നമുക്ക് 2250 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. കാരണം ഹാൻഡ് വർക്ക് ഉള്ളതിന് ടൈം എടുക്കും. ഇതാണെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.